നമസ്കാരം. പച്ചക്കറി കൃഷിയിലെ വില്ലനായ കായ്ച്ചയെ പിടിക്കുന്ന കെണിയുണ്ടോ? ഫിറമോൺ കെണി. 750 ml ഡിസ്പോസിബിൾ ജാറാ. അതിന് നമ്മുടെ സോൾഡറിങ് ആൻ വെച്ച് ഒരു 3 കിഴുത്ത ഇട്ടിട്ടുണ്ട്. കണ്ടോ? ഞാൻ രാവിലെ വന്ന് നോക്കുമ്പം 10-200 ഈച്ച കാണും. ഡെയിലി രാവിലെ വന്ന് എടുത്ത് കളയും അവന്മാരെ. എടുത്ത് വെറുതെ കളയത്തില്ല. ഇതുപോലെ ഒരു ചെറിയ പാര വെച്ച് ചെറിയൊരു കുഴി കുഴിച്ച് ജലാംശം ഉണ്ടായിട്ട് എളുപ്പം താഴും. എന്നിട്ട് അതിനകത്തോട്ട് ഇതുപോലെ ഒഴിക്കും. ഇത് പകുതി മയങ്ങി കിടക്കുക അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ബോധം വരുമ്പം പറന്ന് വീണ്ടും നമ്മുടെ പച്ചക്കറിയെ ആക്രമിക്കത്തില്ലേ. ഇതുപോലെ മണ്ണിട്ട് മൂടി മാറ്റിയിട്ട് ഇനി ഈ പാത്രം നമ്മുടെ തോട്ടിലെ വെള്ളത്തിൽ നല്ല തെളിനീരരുവി കണ്ട ചെറിയ കൈത്തോട്, അരുവിയല്ല കൈത്തോട്, എന്നിട്ട് ഒരു 10-20 മില്ലി വെള്ളം എടുത്ത് വീണ്ടും ഇതുപോലെ തൂക്കിയിടും. വീണ്ടും അടുത്ത ആൾക്കാർ ദാണ്ട കയറി തുടങ്ങി. അങ്ങേയറ്റം ഇങ്ങേയറ്റം ഓരോരുത്തരെ ഇടും. ഇടയ്ക്ക് തുളസിയുടെയും ഞാൻ ഇട്ടിട്ടുണ്ട്, കാണിക്കാതെ. ഇത് കണ്ടോ? അങ്ങനെയാണ് അവരെ സംരക്ഷിച്ചേക്കുന്നത്. പിന്നെ ഇടയ്ക്ക് നമ്മുടെ നീറുണ്ടല്ലോ, വിശറെന്ന് പറയും, വിശറിനെ കയറ്റി വിട്ടിട്ടുണ്ട്. ചൊരയുണ്ട്. ഇതെല്ലാം കാപിടുത്തം തുടങ്ങിയതേ ഉള്ളൂ. മഴയായതുകൊണ്ട് പിടുത്തം കുറവാണ്. കണ്ടോ? ചൊര, കുക്കുംബർ, തക്കാളി, പയറിട്ടിട്ടില്ല, പയറപ്പുറത്താ. ഇത് കണ്ടോ? മഴയായതുകൊണ്ട് അളിഞ്ഞു പോയേക്കുന്നക്കാ. പാവല്, പടവലം, ഇത്രയും മിക്സഡ് പച്ചക്കറി കൃഷിയാണ്. കുക്കുംബറിലും നല്ലപോലെ പിടിച്ച് തുടങ്ങിയിട്ടുണ്ട്. നല്ല രീതിയിൽ കാൽസ്യവും മൈക്രോ ന്യൂട്രിയൻറ്റും ഒക്കെ കൊടുത്ത് ഇട്ടേക്കുക. അന്നേരം നല്ല പുഷ്ടിയോടുകൂടി കിട്ടും. ഈ മൈക്രോ ന്യൂട്രിയൻറ്റിൻ്റെ കാൽസ്യത്തിൻ്റെ ഒക്കെ കുറവ് വരുമ്പം ഒട്ടിപ്പോവും നടുഭാഗം വെച്ച്. തക്കാളിക്ക് ഇതുവരെ വാട്ടർ രോഗമൊന്നും പിടിപെട്ടിട്ടില്ല. പൂത്ത് തുടങ്ങി, ചെറുതായിട്ട് പൂത്ത് തുടങ്ങിയിട്ടുണ്ട്. നല്ല കുക്കുംബറൊക്കെ അത്യാവശ്യം പിടിച്ചു തുടങ്ങി. ഇത് പച്ച കുക്കുംബറാ, നല്ല ഡിമാൻഡാ. കിലോ 80 രൂപ ഒക്കെ വിലയുണ്ട്. പാവയ്ക്കായും പിടിച്ചു തുടങ്ങി. ഇതിൻ്റെ ഇടയ്ക്ക് കണ്ടോ, കായ്ച്ച കുത്തിയ പാവയ്ക്കയും ഉണ്ട്. ഇത് കണ്ടോ? ഇതും കുഴിച്ചിടത്തേ ഉള്ളൂ. അല്ലേ ഇവന്മാരുടെ ലാർവകൾ ഇതിനകത്ത് കാണും. പിന്നെ അവന്മാർ വേണ്ടല്ലോ തുളസിക്കണി, അതിനകത്ത് അധികം അങ്ങോട്ട് വീഴത്തില്ല, കുറച്ചേ ഉള്ളൂ. ഫിറമോൺ കണി മറ്റേതാണ് നമുക്ക് ഫലവത്തായി കണ്ടത്. എനിക്ക് തുളസി ചതച്ച് പാരസെറ്റമോൾ ടാബ്ലറ്റും പൊടിച്ചിട്ടാ അത് ഞാൻ കെണി വെച്ചേക്കുന്നത്. അതിനകത്ത് 5-10 ഈച്ച വീഴും. പാവലിൻ്റെ ആ പൂവിൻ്റെ മണം ഉണ്ടല്ലോ, ഒരു പ്രത്യേക മണമാണ്. നല്ല രസമാണ് പാവൽ തോട്ടത്തിൽ നിൽക്കാൻ തന്നെ. നീറിനെ കയറ്റി വിട്ടുകൊണ്ട് പാവലിനകത്ത് വലിയ കീടനാശിനികളൊന്നും പ്രയോഗിക്കേണ്ടതില്ല. ഇടയ്ക്കിടയ്ക്ക് വേപ്പ് മിശ്രിതം ഞാൻ സ്പ്രേ ചെയ്ത് കൊടുക്കും. പുഴുവിനെയൊക്കെ അവന്മാരങ്ങ് തിന്നോളും. ഞാൻ വീഡിയോ അടുത്ത സമയത്ത് തന്നെ ഇടാം. വിഷറിൻ്റെ ഒക്കെ കൂട് ഇതിനകത്ത് നല്ലവരുണ്ട്. ഇങ്ങേ അറ്റത്ത് ഞാൻ നമ്മുടെ ആപ്പിൾ സഗ് വിനെഗർ വെച്ചിട്ടൊരു